ഓക്കെ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ സംഭവമെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മഴ, ചാറ്റൽ മഴ, അവൾ ബസ് സ്റ്റോപ്പിലിരിക്കുന്നതും. അപ്പം ഇനിയുള്ളത് എൻ്റെ എൻട്രിയാണ്. ഓക്കെ. ചിരി വരുവാണ് സത്യം. കാര്യമില്ല, ചെറിയ ചിരിയോടെ പറഞ്ഞാൽ മതി. എടാ ഇത് ഒരു സ്റ്റോറി ആയിട്ടാണോ പറയേണ്ടത് അതോ ഞാൻ ഒരു സ്റ്റോറി പറയാം. ഞാൻ സാൻവി ആദ്യമായിട്ട് കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ചെറിയ ചാറ്റൽ മഴയത്ത് ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൻ്റെ മൂലയ്ക്ക് ഒരു മറ്റേ ഇരിക്കുന്ന ഇതുണ്ടല്ലോ, അവിടെ ബസ് കാത്ത് നിൽക്കണ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ ഇതാണ് നിൻ്റെ പെണ്ണ് എന്നാരോ പറയണ പോലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് മന്ദം നടന്നു ചെന്നപ്പോൾ കറക്റ്റ് എൻ്റെ കഷ്ടകാലത്തിന് ബസ് വന്നു. അവൾ ആ ബസ്സിൽ കയറിപ്പോയി. ഓക്കെ. ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. പിറ്റേ ദിവസവും അതേ സമയത്ത് ബസ് സ്റ്റോപ്പിനടുത്തേക്ക് ചെന്നു. അന്നും അതുപോലെ തന്നെ അവൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ബസ് വരരുത് എന്ന് വീട്ടിൽ നിന്ന് മറ്റേ മുട്ടയൊക്കെ ഒഴിഞ്ഞ് തേങ്ങയൊക്കെ ഉടച്ചിട്ട് വന്നുകൊണ്ടായിരിക്കും ബസ് വന്നില്ല. കറക്റ്റ് സമയത്ത് ഞാൻ ഓടിച്ചെന്ന് അവിടെ. അപ്പോൾ ഒരു എന്നെ അവൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കണില്ല. ഇതെങ്ങനെ അവതരിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞതല്ലേ എൻ്റെ പെണ്ണാണെന്ന്. പറഞ്ഞല്ലേ പറ്റുള്ളൂ. ആർദ്രേടാ, എനിക്ക് ചിരി വരണൊരു സത്യം കേട്ടു. അപ്പം എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആദ്യം ചോദിക്കണത് സമയത്തിലായിരുന്നു. അപ്പം ഇവിടെ ആള് നല്ല സ്പോട്ട് റിപ്ലൈ ആയിരുന്നു. തൻ്റെ ഈ വാച്ചല്ല അടക്കണമെന്ന് ചോദിച്ചു. അല്ലായി. ഓക്കെ. അപ്പൊ പിന്നെ സമയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം ബസ് ഇപ്പം ഏതെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞു ഇന്ന ബസ് വരാനുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഇവിടെ എന്ത് ചെയ്യണ, വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം വീണ്ടും ഒരു സ്പോട്ട് റിപ്ലൈ. അത് താഴെ എന്തിനാ അറിയുന്നത്? വീണ്ടും ആരായി ഞാൻ? ശശി. സത്യം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ഇത്ര മാത്രം പറഞ്ഞുള്ളൂ, ഇതേ പെണ്ണെ, എനിക്ക് കൂടുതലായിട്ട് ഈ മറ്റേ റൊമാൻറ്റിക് ഇട്ട് മറ്റേ ക്യൂട്ട്നെസ് മെഴുകി ഈ പ്രപ്പോസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി എന്താ? അപ്പൊ അവള് ചോദിച്ചു ചെരുപ്പ് ഊരണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്റെ ഹൃദയം. അതെ അതെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കണ പെണ്ണ് എൻ്റെ അപ്പനെ അമ്മേനെയും പൊന്നുപോലെ നോക്കണം. ഇവളുടെ ഇവളുടെ ആ ഒരു ഇത് കണ്ടപ്പം അവര് ഇവളുടെ അടുത്ത് സേഫാണ് എന്നെനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ തോന്നി. അത്രേ ഉള്ളൂ. സിമ്പിൾ.
ഹലോ ചോനെ ഇത് ആരൊക്കെയാ? ഷാനി, ലൂ. സാനിയ. ഓക്കെ. ആ ഇവൻ ഹലോ ഇത്രയ്ക്കും എന്താ പറയാ സുന്ദരായിട്ടൊരു പ്രപ്പോസൽ ഇവിടെ നടത്തിയില്ലേ, അപ്പൊ നീ തിരിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ജീവിതവരക്കും മനസ്സവരക്കും ആ മിടിക്കുന്ന ഹൃദയത്തിന് കൊടുക്കാനുള്ള റിപ്ലൈ എന്താണ്? ലവ് യു. അത് പോരാ, ഒരൊറ്റ പോയാ ഒരൊറ്റ വരിയിൽ പോരാ, പോയി, ആളെ പോയി. ആൾ ആഗ്രഹിക്കുന്ന ഇനിയുമുണ്ട്. അതെ, ഓ എന്താ നമ്മളൊരുമാതിരി പൊട്ടനാക്കുന്ന രീതിയിൽ കുറെ പേര് ചെയ്തു. പിന്നെ ഡിക്രൂന് പിന്നെ ഇത് ശീലം അനുഭവം ഉള്ളതുകൊണ്ട് നോ പ്രോബ്ലം, എല്ലാം